ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2013. ഇന്ന് ജൂലൈ മാസം 5-ാം തീയതി 186-ാമത്തെ ദിവസത്തിലെത്തി. മറിയമെന്ന അമ്മയുടെ സാന്നിധ്യം കൊണ്ട്, അമ്മയുടെ നിശബ്ദമായ ഇടപെടലുകൊണ്ട് ആപത്തിൽ നിന്നും വലിയ അപകടത്തിൽ നിന്നും സമൂഹത്തിൽ വരാവുന്ന വലിയ അപമാനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട ഒരു കുടുംബത്തെക്കുറിച്ച് വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗത്ത് പറയുന്നുണ്ടല്ലോ. കാനാവിലെ വിവാഹ വീടാണ്. സമയോചിതമായ ഇടപെടലുകൊണ്ട്, സാന്നിധ്യം കൊണ്ട്, മധ്യസ്ഥത കൊണ്ട് ഒരു കുടുംബത്തിൽ വരാൻ പോകുന്ന, സംഭവിക്കാൻ പോകുന്ന ഒരു ആപത്തിനെയും അപമാനത്തെയും എങ്ങനെയാണ് പരിഹരിച്ചെടുത്തതല്ലേ? വളരെ വലിയൊരു മാതൃകയാണ് മറിയമെന്ന അമ്മ. എന്തോ വാക്കുകൾ കൊണ്ട് മാത്രമാണ് നമുക്ക് അമ്മയോടുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് വാക്കുകൾക്കപ്പുറത്തേക്ക് എത്തിക്കാനായിട്ട് നമുക്കെന്ത് കഴിയാതെ പോകുന്നത്. മാത്രവുമല്ല, അവിടെ വീഞ്ഞിന്റെ അപര്യാപ്തത തിരിച്ചറിഞ്ഞ അമ്മ നമ്മുടെയൊക്കെ നാട്ടുനടപ്പനുസരിച്ച് എന്താ ചെയ്യേണ്ടേ? വീട്ടുകാരെ വിളിച്ചു കൂട്ടുക, ആ മണവാളന്റെ അപ്പനോടോ അമ്മയോടോ മണവാളനോടോ ആ കുടുംബം ഈ കാര്യങ്ങൾക്കെല്ലാം ചുമതലപ്പെട്ട കാര്യവിചാരകനെയൊക്കെ വിളിച്ചിട്ട് എന്താ പറയുക, ചോദിക്കുക, കയർക്കുക, ശാസിക്കുക, ഒരു വലിയ ഡിസ്കഷനിലേക്ക് കാര്യങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഉത്തരവാദിത്വം ഇല്ലാത്തവരാ നിങ്ങൾ. ഇത്രയും ആളുകളെ വിരുന്നിനും വിവാഹത്തിനും വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ കരുതേണ്ടതൊക്കെ കരുതാനായിട്ട് നിങ്ങൾക്ക് ബാധ്യതയില്ലേ? എന്നെ കണക്കൂട്ടിലായിരുന്നു നിങ്ങൾ നടത്തിയത് എന്ന് വേണ്ട ഒരു വലിയ ബഹളം വരുത്തി വെക്കാനും ആവശ്യമാകട്ടോ. കാരണം ഈ പറഞ്ഞ ഒന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ല. കുറെ കൂടി ജാഗ്രത കാണിച്ചേ മതിയാവുമായിരുന്നു. കുറെ കൂടി ശ്രദ്ധ വേണമായിരുന്നു. ഹോംവർക്ക് വേണമായിരുന്നു ഈ കാര്യങ്ങളിൽ. ശരിയാണ്. പക്ഷേ അങ്ങനെയൊരു വിസ്താരത്തിനോ, അങ്ങനെയൊരു വിശദീകരണത്തിനോ, അങ്ങനെയൊരു കൂടിയാലോചനയ്ക്കോ അല്ല അവിടെ അപ്പോൾ പ്രാധാന്യം. പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ, പരിഹാരമാണ്. മറിച്ച് പ്രശ്നം ആരുകൊണ്ട് വന്നു, ആരാണ് കൊണ്ടുവന്നത്, ആര് മൂലമാണ് വന്നത്, ആരൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, അതൊക്കെ പിന്നീടുള്ള ഡിസ്കഷൻ മാറ്ററുകളാണ്. ആദ്യം അതിനൊരു പരിഹാരമാണ് തേടേണ്ടത്. എൻ്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ഉറ്റവരുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ ഭാരങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ അതിനൊരു പരിഹാരമാണ് ഓരോരുത്തരും ആദ്യം തേടേണ്ടത്. പരിഹാരം വരുത്തിയതിന് ശേഷം ഈ കാര്യങ്ങളെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കാം, ആലോചിക്കാം, ചർച്ച ചെയ്യാം. അതെന്തിനാണെന്നറിയാമോ? എന്തുകൊണ്ട് വന്നെന്നറിഞ്ഞാൽ മാത്രമാണ് വീണ്ടും അവ വരാതിരിക്കാനും കൂടി നമുക്ക് മുൻകരുതൽ എടുക്കാൻ പറ്റും. മറിയമെന്ന അമ്മ കാട്ടിത്തരുന്ന വലിയൊരു മാതൃകയാണ്. പ്രശ്നത്തിന് ഏറ്റവും അത്യാവശ്യമായ പരിഹാരമാണ്. ആ പരിഹാരം തേടാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. യേശു പോലും ചോദിച്ചില്ലേ, അമ്മയ്ക്കും എനിക്കും ഇതൊക്കെ എന്താ ഇന്നത്തെ കാര്യം? മറ്റുള്ളവരുടെ കാര്യത്തിനകത്ത് പോലും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നമ്മൾ അതിന് പരിഹാരം കാണേണ്ട വിളിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ് എന്നൊരു ധാരണ നമ്മൾ രൂപപ്പെടുത്തിയേ മതിയാവും. പ്രാർത്ഥനയോടുകൂടി ആമേൻ.